ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. എറണാകുളം MG റോഡിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിലെ സംഘർഷത്തിൽ മാനേജരെ പിരിച്ചുവിട്ട് മാനേജ്മെന്റ്. മുണ്ടംവേലി സ്വദേശി ജോഷുവയ്ക്കെതിരെയാണ് നടപടി. ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് മുൻഗണനയെന്ന് ചിക്കിംഗ് പറയുന്നു. റെസ്റ്റോറന്റിൽ ചിക്കന്റെ അളവ് കുറഞ്ഞതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് വിദ്യാർത്ഥികൾക്കെതിരെ മാനേജർ കത്തിവീശിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, +1 വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ ചിക്കിംഗ് ഔട്ട്ലെറ്റിലെ മാനേജർ കത്തിവീശിയതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇപ്പോൾ മാനേജരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ. ബീന, ഒരു സ്ഥാപനവും ആ സ്ഥാപനത്തിൽ എത്തുന്ന ഉപഭോക്താക്കളെയും മാനേജ് ചെയ്യാൻ അറിയാത്തൊരു മാനേജർ ഇങ്ങനെ കത്തിവീശിയ സംഭവം, അത് ഇദ്ദേഹം എന്താണ് മാനേജ് ചെയ്തിരുന്നത് എന്നടക്കമുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും എല്ലാം ശക്തമായി ഉയർന്നിരുന്നത്. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വളരെ വിമർശനാത്മകമായ ആളുകളെല്ലാം തന്നെ കണ്ടിരുന്നു. കാരണം ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ചൂടാവുകയും അവർക്കെതിരെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഈ വിദ്യാർത്ഥികളുടേതടക്കമുള്ള ചോദ്യങ്ങൾ അതിൽ അസഹിഷ്ണുതരായി അകത്ത് കയറി കുക്കിംഗ് ഭാഗത്തു നിന്ന് കത്തിയെടുത്തുകൊണ്ട് വന്ന അവരെ വീശുകയെല്ലാം ചെയ്യുന്ന കാഴ്ച വളരെ ഞെട്ടലോടെയാണ് മലയാളികൾ കണ്ടത്. അതേ തുടർന്ന് ഈ ജോഷുവയ്ക്കെതിരെ MG റോഡിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിൻ്റെ മാനേജർ ജോഷുവയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ ഒരു നടപടി എടുത്തിരിക്കുകയാണ്. അയാളെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ജോഷുവയെ പിരിച്ചുവിട്ടിരിക്കുകയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഗുണനിലവാരമുള്ള സേവനവും അതുപോലെ തന്നെ ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും സുരക്ഷയുമാണ് തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, മുൻഗണന അതിനാണ് നൽകുന്നത് എന്ന് അവർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇത്തരമുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജീവനക്കാർക്ക് ഒരു ഇന്റേണൽ കോഡ് അതുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് കൊണ്ടുവരുമെന്നും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരിശീലനം നൽകുമെന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ മാനേജർ ജോഷുവയ്ക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ജോഷുവ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒപ്പം തന്നെ ജോഷുവയെ ആക്രമിച്ചു എന്ന പേരിൽ ഈ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന 4 ബന്ധുക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമ നടപടികൾ ഒരു ഭാഗത്തു നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ചിക്കിങ്ങിൻ്റെ നടപടി വൈകി എന്നുള്ള ആരോപണം ഇതോടൊപ്പം തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം. ഈ സംഭവം നടന്ന് ഇത്രയുമായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് നടപടി എടുത്തിരിക്കുകയാണ്. ഈ ജോഷു എന്ന മാനേജറെ പിരിച്ചുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ചിക്കിങ്ങിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ മിഥുൻ, +1 വിദ്യാർത്ഥികൾക്കെതിരെ കത്തിവീശിയ ചിക്കിംഗ് ഔട്ട്ലെറ്റ് മാനേജർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.